സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ഇ.ടി. ടൈസൺ എം.എൽ.എ. നിർവഹിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി അതിക്രമം അഴിച്ചുവിട്ട യുവാവ്. കോൺഫറൻസ് ഹാളിൽ ഗ്യാസ് സിലിണ്ടറുമായി എത്തുകയും സെക്യൂരിറ്റിയെ പൂട്ടിയിടുകയും ചെയ്ത ഇയാൾ AC കത്തിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കിയിലും ഞായറാഴ്ച പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ബാലസൗഹൃദ ഇടം പദ്ധതിയുടെ ഉദ്ഘാടനം ഇ.ടി. ടൈസൺ എം.എൽ.എയും ബാലസൗഹൃദ അംഗൻവാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളും ശിശു സൗഹൃദ അംഗനവാടികളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടികളെ തീം അടിസ്ഥാനപ്പെടുത്തി ശിശു സൗഹൃദ പെയിന്റിംഗ്, കളി ഉപകരണങ്ങൾ സ്ഥാപിക്കൽ, മ്യൂസിക് സിസ്റ്റം നൽകൽ, പ്രീ സ്കൂൾ ഉപകരണങ്ങൾ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കിറ്റ്, സ്പോർട്സ് കിറ്റ് വിതരണം എന്നിവ നടത്തി. കൂടാതെ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ കളി ഉപകരണങ്ങൾ സ്ഥാപിച്ച് ബാലസൗഹൃദമാക്കുകയും ചെയ്തു. 16,09,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നിർവഹണം നടത്തിയത്. രാവിലെ നടന്ന ചടങ്ങിൽ ബാലസൗഹൃദ ഇടം പദ്ധതിയുടെ ഉദ്ഘാടനം ഇ.ടി. ടൈസൺ എം.എൽ.എയും ബാലസൗഹൃദ അംഗനവാടികളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ KR വൈദേഹി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P.A. ഇസ്ഹാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P.A. ഷാജഹാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ സൈനുൽ ആബിദീൻ, റസീന ഷാഹുൽ ഹമീദ്, ജിനൂബ് അബ്ദുറഹ്മാൻ, CJ പോൾസൺ, MS സുജിത്, ബീന സുരേന്ദ്രൻ, UY ഷമീർ, PK സുകന്യ, ഖദീജ പുതിവീട്ടിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ, CDS ചെയർപേഴ്സൺ റസ്മിയ, ജില്ലാ വനിതാ ശിശുവികസന സമിതി ഓഫീസർ P. മീര, മതിലകം ബ്ലോക്ക് ശിശുവികസന ഓഫീസർ KK ലളിത തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഒരു പ്രോഗ്രാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്, ഒരു മാതൃകാപരമായിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ്. ഇതൊരു നൂതന പദ്ധതിയായിട്ടാണ് പഞ്ചായത്ത് ജില്ലാതല കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ഇത് ആക്ച്വലി നൂതന പദ്ധതി തന്നെയാണ്. കാരണം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദം ആവുന്നു അതാണ് നൂതനമായിട്ടുള്ള പദ്ധതി. അല്ലാതെ മനസ്സിലാവുന്ന പുതിയതായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്രദം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതല്ല. എന്തായാലും ഈ ഒരു പദ്ധതിയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് അംഗൻവാടിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും. കൂടാതെ തന്നെ ടീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കും. കാരണം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് നമ്മുടെ ഒരു എല്ലാ ഗ്രോത്തും ഉണ്ടാവുന്നത്. സ്കൂളിൽ പോകുന്നതിന് മുന്നേ വീട്ടിൽ കിട്ടുന്ന ഒരു അറിവും മറ്റ് എക്സ്പീരിയൻസും പിന്നെ അംഗൻവാടിയിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും കൂടെ ചേർന്നിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പേ മൊത്തത്തിലൊരു ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഹെൽപ്ഫുള്ളാവുക ഈ ഒരു കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ അംഗൻവാടി മറ്റ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജില്ലാ ഭരണകൂടവും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും. നമ്മൾ നോക്കുകയാണെങ്കിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളില്ലാത്ത, സ്വന്തം ലാൻഡ് ഇല്ലാത്ത അംഗൻവാടികളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റ് വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് അംഗൻവാടികൾക്ക് വിഷയം മാത്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരമാവണമെങ്കിൽ അതത് പഞ്ചായത്ത് തലത്തിൽ ഇതുപോലെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇത് തന്നെ ഇപ്പം ഈ കുട്ടികൾക്ക് റീഡിങ്ങിനായിട്ടുള്ള ബുക്കിനുള്ള കാര്യങ്ങളുണ്ട്, അത് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ കൗമാര കുട്ടികൾക്കായിട്ടുള്ള കളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാം ഓവറോൾ ആയിട്ടുള്ള അംഗൻവാടിക്ക് എന്തൊക്കെയാണോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ
അതെല്ലാം ഇതിൽ നടന്നു പോകുന്നുണ്ട്. മീഡിയ ടൈം കയ്പമംഗലം. കയ്പമംഗലം തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളിലെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിക്കും. പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള ചെയർമാൻ PI നൌഷാദ് അധ്യക്ഷത വഹിക്കും. പടിയൂർ കാക്കാത്തിരുത്തിയിലാണ് 6 വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. 3 സെന്റ് വീതം ഭൂമിയിൽ തറയിൽ നിന്നും 5.5 അടിയോളം ഉയർത്തി പില്ലറും ബീമും സ്ഥാപിച്ചാണ് ഏകദേശം 60 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 6 വീടുകൾ നിർമ്മിച്ചത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന NGOയുടെ സഹായവും പൊതുസമൂഹത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും ലഭിച്ചു. 600 സ്ക്വയർ ഫീറ്റിലാണ് ഓരോ വീടും പണിതിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് 4:30 ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിക്കും. പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള ചെയർമാൻ PI നൌഷാദ് അധ്യക്ഷത വഹിക്കും. ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ MK മുഹമ്മദ് അലി താക്കോൽദാനം നിർവഹിക്കും. മുൻ MP TN പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തും. ഷമീർ മുഹമ്മദ് മതിലകത്ത് വീട്ടിൽ വിശിഷ്ടാതിഥിയാകും. പടിയൂർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, പീപ്പിൾ ഫൗണ്ടേഷൻ ഭാരവാഹികൾ എന്നിവർ സംബന്ധിക്കും. മീഡിയ ടൈം കയ്പമംഗലം. ഇനി മറ്റു വാർത്തകൾ. ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർക്ക് MES വെള്ളാങ്കല്ലൂർ യാത്രയയപ്പ് നൽകി. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സലീം അറക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ജമാൽ, അയൂബ് കരൂപ്പടന, ബഷീർ തോപ്പിൽ, നിസാർ മുറിപ്പറമ്പിൽ, അബ്ദുൽ സലാം, സുരാജ് ബാബു, അബ്ദുൽ ഹാജി, അൽ അർഫ അബുബക്കർ, മജീദ് ഇടപ്പുള്ളി, മുഹമ്മദ് അലി മാതിരപ്പള്ളി, ഷംസു ഹാജി, ഹുസൈൻ ഹാജി, ബഷീർ തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. റിട്ടയേർഡ് ടീച്ചേഴ്സ് ഫോറം മാള വാർഷിക യോഗം നടന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ EP രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും എങ്ങനെയെങ്കിലും റിട്ടയർ ചെയ്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകർ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റ് പല മേഖലകളിലും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട്, ജോലിയുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും റിട്ടയർ ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും റിട്ടയർ ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പല മേഖലകളും ഇന്നുണ്ട്. അത്രയേറെ സമ്മർദ്ദങ്ങളാണ് പല ജോലികളിലും ഇന്ന് അനുഭവിക്കുന്നത്. പക്ഷേ അധ്യാപകർക്ക് അത്തരത്തിലുള്ളൊരു, എനിക്കറിയില്ല കേട്ടോ ഇപ്പോഴത്തെ രീതിയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. മുമ്പത്തെ ഉണ്ടാ സമ്മർദ്ദങ്ങളുണ്ടാ ഇപ്പോ കുറച്ചുണ്ടല്ലേ. റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് PU വിൽസൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡോക്ടറേറ്റ് നേടിയ PM ആന്റണിയെ കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് ആദരിച്ചു. KK ബാലകൃഷ്ണൻ, TK സലാം, TP വീണ, PA സീനത്ത്, PN വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പ്, ICDS മാള, സൈക്കോ സോഷ്യൽ സർവീസസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാള ബ്ലോക്ക് തല ഏകദിന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോ ഉദ്ഘാടനം ചെയ്തു. അതിന് മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇതുപോലെ നിങ്ങളുടെ ഭാവിയിലേക്ക് നമ്മൾ ചുരുക്കൂട്ടി വെക്കേണ്ടതായിട്ടുള്ള അറിവുകൾ സാമാജികമായിട്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ആമുഖം നമ്മുടെ സ്ഥാനങ്ങളിലിരിക്കുന്ന ശ്രീ ജോസേട്ടൻ പറഞ്ഞതുപോലെ ലഹരി വളരെ ഗുരുതരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മുൻപെങ്ങും കേട്ടുപരിചയമില്ലാത്ത രീതിയിലേക്ക് ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം പ്രായവ്യത്യാസമില്ലാതെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ അവർ മുഴുവൻ ലഹരിയിലേക്ക് തിരിയുക, അതിന്റെ ഭാഗമായി കൊണ്ട് വലിയ അക്രമ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇനി അത്തരം ആളുകളിലേക്ക് മുതിർന്ന പൗരന്മാരായി വളർന്ന് ജീവിക്കാനിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PB ബിനോയ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ അധ്യക്ഷത വഹിച്ചു. ഷിജി യാക്കോബ്, സിൽവി സേവ്യാർ,
UA ജോർജ്, ബിന്ദു ഷാജു, സന്ധ്യ നൈസൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി അതിക്രമം അഴിച്ചുവിട്ട യുവാവ്. കോൺഫറൻസ് ഹാളിലെത്തി ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഗ്യാസ് സിലിണ്ടറുമായി എത്തുകയും സെക്യൂരിറ്റിയെ പൂട്ടിയിടുകയും ചെയ്ത ഇയാൾ AC കത്തിച്ചു. ഇന്ന് പുലർച്ചെ 5:30ക്കാണ് സംഭവം. ഇയാൾക്കും പരിക്കേറ്റു. യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ 50ാമത് പദ്ധതിയുടെ ഭാഗമായി വിആർപുരത്ത് പുതിയതായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മെയ് 17 ശനിയാഴ്ച നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. ക്ലബിന്റെ ഈ വർഷത്തെ വൊക്കേഷണൽ അവാർഡ് കലാകായിക സാംസ്കാരിക രംഗത്തെ മികവിന് RLV രാമകൃഷ്ണനും പൊതുപ്രവർത്തന രംഗത്തെ മികവിന് VJ ജോജിക്കും നൽകി ആദരിക്കുന്നു. മെയ് 28-ാം തീയതി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുന്ദര വടിവേലു അവാർഡ് ദാനം നിർവഹിക്കും. ക്ലബ്ബ് ഡയറക്ടർമാരായ അനീഷ് കുഞ്ഞപ്പൻ, വിപിൻ വിജയൻ, അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ്, ജീസൺ ചാക്കോ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ചാലക്കുടി നഗരസഭ 13ാം വാർഡായ ഗാന്ധിനഗറിലെ 19 കുടുംബങ്ങൾക്ക് ആധാരം നൽകുന്ന കാര്യത്തിൽ നഗരസഭ കാലതാമസം വരുത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് CPIM ഗാന്ധിനഗർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 19 കുടുംബങ്ങൾ നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആധാരം നൽകാൻ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും നഗരസഭ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഷൈജ സുനിൽ അധ്യക്ഷയായി. TP ജോണി, KI അജിതൻ, VJ ജോജി, TD എലിസബത്ത്, PO ബിനു, VK തോമസ് എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറ് വെമ്പിലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഐവിഷൻ സെന്റർ ആരംഭിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ P വെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അനുവദിച്ച ഐവിഷൻ സെന്ററിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. പുതുതായി ആരംഭിച്ച വിഷൻ സെന്ററിൽ മാസത്തിൽ 2 തവണയാണ് നേത്ര ചികിത്സ നടത്തുക. ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് മരുന്നിന് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. വിഷന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങളും ഡോക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C സിജയ, വാർഡ് മെമ്പർ മിനി പ്രദീപ്, മെഡിക്കൽ ഓഫീസർ മാളവിക, ഹെൽത്ത് ഇൻസ്പെക്ടർ കാളിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 110 രൂപയും പവന് 880 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 8610 രൂപയും പവന് 69,760 രൂപയുമായി. കഴിഞ്ഞ ദിവസം ഗ്രാമിന് 195 രൂപയും പവന് 1560 രൂപയും കുറഞ്ഞിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി അതിക്രമം അഴിച്ചുവിട്ട യുവാവ്. കോൺഫറൻസ് ഹാളിൽ ഗ്യാസ് സിലിണ്ടറുമായി എത്തുകയും സെക്യൂരിറ്റിയെ പൂട്ടിയിടുകയും ചെയ്ത ഇയാൾ AC കത്തിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.